ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. നമ്മൾ റീസെൻ്റായിട്ട് തേക്കടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളും നമ്മൾ പോയ സ്ഥലങ്ങളും നമ്മുടെ സ്റ്റേയും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആയിരുന്നു. കുറച്ച് മഞ്ഞൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ആ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യം നമ്മൾ പോയത് തേക്കടി കുമളി റൂട്ടിലെ എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇവിടെ എലിഫൻറ്റ് സഫാരി ഉണ്ട്, എലിഫൻറ്റ് ബാത്തിങ് ഉണ്ട്, എലിഫൻറ്റ് ഫീഡിംഗ് ഉണ്ട്. ഇങ്ങനെ എലിഫൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല പച്ചപ്പും അങ്ങനെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ബോർഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആനകളെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുളമുണ്ട്. കുളത്തിൽ ധാരാളം മീനുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികളൊക്കെ ചെല്ലുമ്പോഴേ ആ ഒരു ഏരിയയിലോട്ട് വല്ലാണ്ട് അട്രാക്റ്റഡ് ആവും. അത് കണ്ടു നിൽക്കും. ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ വീണ്ടും മറ്റൊരു കുളം കാണാം. അതിലും ആമ്പലും താമരയും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണാം. ആനയെ ഇരുത്തിയിട്ടല്ല സാധാരണ ഇവിടെ കയറുന്നത്. നമ്മൾ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ കൂടെ വന്ന് നിന്നാൽ മതി. അപ്പോൾ ആന ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നടന്ന് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ മറ്റാളുകൾ സഫാരിക്ക് വേണ്ടി ബുക്ക് ചെയ്തവർ കയറുന്നുണ്ടായിരുന്നു. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അവിടെ ചെന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു റൗണ്ട് ഫുള്ളായിട്ട് ആ ഏരിയയിൽ നമ്മളെ കറക്കിയിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്ന് ആ കയറ്റിയ സ്ഥലത്ത് തന്നെ നമ്മളെ ഇറക്കും. അപ്പോൾ മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ആ ഏരിയയിൽ തന്നെ നമുക്ക് കോഫി ഹൗസ് വരുന്നുണ്ട്, ഡ്രസ്സിങ് റൂം വരുന്നുണ്ട്, റെസ്റ്റ് റൂം ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ട്. നമ്മൾ അപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആന സഫാരിക്ക് വേണ്ടിയാണ്. ബുക്ക് ചെയ്ത ആ ഒരു ഓർഡറിലാണ് നമ്മളെ സഫാരിക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുവരെ ഇരിക്കാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ചേച്ചി ഇരുന്ന് ലൈവായിട്ട് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ ഇരുന്നാൽ നമ്മുടെ പിക്ചർ വരച്ചു തരും. എലിഫൻറ്റ് സഫാരിക്ക് ഒരാൾക്ക് 500 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ആനദ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു ഓർഡറിൽ കയറുകയാണ്. നമുക്ക് മുന്നേ ബുക്ക് ചെയ്തവരൊക്കെ അവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ ടൈമിൽ അപ്പോൾ അവിടെ 3 ആനയാണ് സഫാരിക്കായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആനപ്പുറത്ത് കയറി. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് കയറിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ വേണ്ട. നമുക്ക് ആനയുടെ മണ്ടയ്ക്ക് ഒന്ന് ഉരുണ്ട് വീഴും എന്നൊക്കെ തോന്നും, പക്ഷേ വീഴത്തില്ല. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ആന നമ്മൾ ദൂരെ നിന്ന് കാണുന്ന കൂട്ടല്ല, ഭയങ്കര ഹാർഡാണ് അതിൻ്റെ ബോഡി. നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കൊള്ളാം, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊന്ന് പോയി നോക്കുക, അപ്പോഴേ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മളൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും കുഞ്ഞിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലെന്ന് പറയാം. അതും പാവം ഒരാന, എന്തും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാന. മോൾക്ക് പേടി കാണുമോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര ചില്ലായിട്ടിരുന്ന് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. എനിക്കും അങ്ങനെയാണ്. എനിക്കും പേടിയൊന്നും ഇല്ലായിരുന്നു. ചേട്ടനും അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തായിരുന്നു ഞങ്ങൾക്കൊരു ടെൻഷൻ. അവൾ ഫ്രണ്ടിലിരിക്കണം. ഏറ്റവും ചെറിയ ആൾക്കാരെയാണ് ഫ്രണ്ടിലിരുത്തുന്നത്. ഒരു സഫാരിയിൽ 3 പേരെ അലൗ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലിരിക്കുമ്പോൾ അവൾക്കിനി പേടി വരുമോ? പുള്ളിക്കാരി ആനയുടെ കൂടെ തലയൊക്കെ ആട്ടി അങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. സഫാരി ടൈമിൽ നമ്മുടെ കൂടെ വരുന്ന ആൾ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ വേണമെങ്കിൽ എടുത്തു തരും. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് സഫാരി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആനയുടെ കൂടെ നിന്ന് വീഡിയോയോ ഫോട്ടോയോ എന്ത് വേണമെങ്കിലും എടുക്കാൻ ഒരു 5 മിനിറ്റ്സ് ടൈമും അലൗ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാവം ഒരു ആനയായിരുന്നു. ഞാൻ ഇത്ര പാവമായിട്ടുള്ള ആനകളെ കണ്ടിട്ടില്ലെന്ന് പറയാം. നമ്മൾ അടുത്ത് നിന്ന് തുമ്പിക്കൈ പൊക്കാൻ പറഞ്ഞാൽ അപ്പോൾ പൊക്കും. അങ്ങനെ ഭയങ്കര അനുസരണയുള്ള ഒരു ആന. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് റോസ് പാർക്കിലേക്കാണ്. തേക്കടിയിലുള്ള റോസ് പാർക്കിലേക്കാണ് പോയത്. വണ്ടി നമ്മൾ ഓപ്പോസിറ്റ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് പോവുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് റോസ് പാർക്കിന്. നല്ല ഗ്രീനറിയാണ് അവിടെ. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കുളിർമ തോന്നുന്ന ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടേക്ക് കയറി. അവിടെ പല പാക്കേജ് ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന്. നമുക്ക് എത്ര ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത് എന്നനുസരിച്ച് വേണം നമ്മൾ പാക്കേജ് സെലക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. എൻട്രൻസ് ഫീ ഒരാൾക്ക് 120 രൂപയാണ് വരുന്നത്. അത് നമ്മൾ എന്തായാലും എടുത്തിരിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് പോകുന്നതെങ്കിൽ കിഡ്സ് പാക്കേജ് എടുക്കാം. നമ്മളൊരു കിഡ്സ് പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കിഡ്സ് പാക്കേജ് ആണെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള കൂടുതൽ ആക്ടിവിറ്റീസും പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ ഐറ്റത്തിനാണ് നമുക്ക്
യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ്, അങ്ങനെ അത് നോക്കി ഒരു 10 ഐറ്റം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ഉച്ച വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാക്കേജാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ പാർക്കിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് കുറച്ച് ഏരിയ മാത്രമാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വ്യൂവിൽ തോന്നുക ഇത്രയും സ്ഥലമുള്ളതാണ്. പക്ഷേ അകത്തോട്ട് നല്ല രീതിയിൽ ഏരിയ ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയി ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആദ്യം തന്നെ മോൾ ഈ ഒരു ഐറ്റത്തിൽ കയറിപ്പോയി. പിന്നെ ഇതുകൂട്ടുള്ള സാധനം കണ്ടാൽ അവളെ കണ്ടുപിടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവഴിയെങ്കിലുമൊക്കെ കയറിപ്പോയി ഇതുവഴിയെങ്കിലുമൊക്കെ ഇറങ്ങി വരും. അതിൽ നിന്ന് പിന്നെ തിരിച്ചു വരുത്തുമില്ല. അതാണ് പുള്ളിക്കാരിയുടെ ഒരു രീതി. അപ്പോൾ ആദ്യം 1-2 റൗണ്ട് അതിലൊക്കെ കയറിയ ആൾ. പിന്നെ പോയത് കുട്ടികളുടെ ഒരു ബോട്ടിംഗ് സെക്ഷനിലേക്കാണ്. അവർക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് പെഡൽ ഇങ്ങനെ തിരിച്ചിട്ട് ഉള്ള ഒരു ബോട്ടിങ്. അപ്പോൾ മോൾ അടുത്തായിട്ട് അതിൽ കയറി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ടിൽ കൂടെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ഷൂട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ്. വലിയവർക്കുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. ഷൂട്ടിങ് പക്ഷേ കുട്ടികൾക്ക് അലൗഡ് അല്ല. മോൾക്ക് പറ്റില്ലായിരുന്നു, മോഡയിൽ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് നടന്നു. നല്ല ഗ്രീനറിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാണാൻ നല്ല ആംബിയൻസും വൈബും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി ബൈ റൂട്ടുണ്ട് ഇതിനകത്ത്. ഈ പാർക്കിനകത്ത് തന്നെ നമുക്ക് എങ്ങോട്ട് പോകണം എന്നൊരു കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിൽ തന്നെ ഒത്തിരി ബൈ റൂട്ടും ഏരിയാസും ഉണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് ഊഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വാക്കിന് പോകുന്നവർക്കാണെങ്കിലും ഈ പാർക്കിൽ കയറി നല്ലൊരു റൗണ്ട് വെച്ചിട്ട് പോവാം. അങ്ങനെ പറ്റിയൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അവിടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ ഈ പാർക്കിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം. ഓരോ വഴിയിലേക്ക് തിരിയുമ്പോഴും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേകതരം ചെടിയാണ്, ഞാൻ നേരത്തെ എങ്ങും കണ്ടിട്ടില്ല. അതിങ്ങനെ മുകളിലേക്ക് പടർത്തി വിട്ടേക്കുകയാണ്. അതിനൊരു പ്രത്യേക പൂവും പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ട്രീ ഹൗസ് കാണാം, സിപ്പ് ലൈന് കാണാം. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇടയ്ക്കാനും ഉണ്ട്. 1 ഡേ ഫുള്ളായിട്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ വരുവാണെങ്കിലും അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് വർത്തിയാണ് നമ്മൾ അങ്ങനെ പാക്കേജ് എടുക്കുകയാണെങ്കിലും. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് റെസ്റ്റോറൻറ്റിൽ കയറി സ്നാക്സും ജ്യൂസും ഒക്കെ കഴിച്ചു. പോകുന്ന വഴിക്കെല്ലാം ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരാൾ മണ്ടയ്ക്കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഓരോ മരങ്ങളും ഒക്കെ നട്ടു വെച്ചിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ്, നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ. അടുത്തതായിട്ട് നമ്മൾ പോയത് കയാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 പേർക്കും കൂടി ഇരിക്കുകയായിരുന്നു. ആദ്യം 2 പേരെ പറ്റത്തോളം എന്നാണ് കരുതിയത്. പിന്നെ മോള് ചെറുതായതുകൊണ്ട് അവളെയും കൂടെ നമ്മൾ നടുക്കിരുത്തി. അങ്ങനെ കയാക്കിംഗ് ഒരു ഏരിയ അവർ അതിനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേപ്പുണ്ട്. റൗണ്ടിൽ കുറച്ചധികം ഏരിയ ഉണ്ട്. അപ്പോൾ മോളും തുഴഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ആൾ പറ്റുന്ന രീതിയിലൊക്കെ തുഴഞ്ഞു നോക്കുന്നുണ്ട്. ആ കയാക്കിങ്ങിൻ്റെ ഏരിയയിൽ തന്നെ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സൈക്ലിങ്ങും നടക്കുന്നുണ്ട് വെള്ളത്തിൽ കൂടി. അതും കൊള്ളാം, കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. കുട്ടികൾക്കായിട്ടാണ് അതും ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയത് ഇലക്ട്രിക് കാറിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ അതിൽ ചേട്ടനും മോളും കൂടെ കയറി. ഞാൻ കയറിയില്ല, എനിക്കെന്തോ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ട് അവർ 2 പേരും കൂടാണ് അതിൽ കയറിയത്. നമ്മൾ ചെന്ന ഒരു ടൈമിൽ അത്യാവശ്യം തിരക്കായി വരുന്നതേ ഉള്ളായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായി ആ ഒരു ഇലക്ട്രിക് കാറിൻ്റെ സെക്ഷനിലൊക്കെ. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ പാർക്കിലും കാണുന്ന കോമൺ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലും എല്ലാം കയറി ധോനി നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിലന്തി വല പോലെ നമ്മൾ റോപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് കയറിയപ്പോഴത്തേക്ക് ഒരു പേടി തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം നമ്മളിങ്ങ് പിടിച്ചിറക്കി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം നിന്ന് അമ്പ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പയത്ത് നടക്കുകയാണ്. കുഴപ്പമില്ല, നമ്മളൊരു 2-3 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈമായിരുന്നു. നമ്മൾ സ്റ്റെർലിംഗ് ഹോളിഡേയ്സിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് സ്പൈസസിൻ്റെ ഏരിയ ഒക്കെ ഷോ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹോട്ടലിനകത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ഷോപ്പ് കൂടുതലും ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം ഓർണമെൻറ്റ്സും ഡ്രസ്സും അങ്ങനെയുള്ള കുറേ ഷോപ്പീസൊക്കെ ആയിരുന്നു അവിടെ നമ്മൾ കണ്ടത്. അതെല്ലാം തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസും ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, റൂമിലെത്തി. നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഫാമിലി സ്യൂട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ കുറച്ച് ലിവിങ് ഏരിയ ഉണ്ട്, ഒരു ഡൈനിങ് ടേബിളും 3 ചെയറും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്നു. എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ചെറിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യൂ കിട്ടും. രാത്രിയിൽ നല്ല മഞ്ഞൊക്കെ വരും എന്നവർ പറഞ്ഞു.
അപ്പോൾ രാത്രിയിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ചെന്നപ്പോഴും മഞ്ഞുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മെയ് 16-നാണ് നമ്മൾ പോയത്. അന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ആനിവേഴ്സറി ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഹോട്ടലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല സർവീസായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് നമ്മുടെ അടുത്ത്, മോളുടെ അടുത്തായാലും. പിന്നെ ഇവിടുത്തെ ബാത്റൂമും എല്ലാം നല്ല ക്ലീൻഡാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ ഉള്ളൂ ഇനി യാത്ര. അപ്പോൾ ഹോട്ടലിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസും പിന്നെ ചെസ്സ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കുട്ടികളെ കുറച്ചൊക്കെ ഒന്ന് എൻഗേജ് ആക്കി നിർത്താൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ധ്വനി ഇത് കണ്ടപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലേയിങ് ഏരിയ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇന്നിനി എവിടോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നിനി നമ്മളെങ്ങും പോകുന്നില്ല, ഇവിടെ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഏരിയ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി. ഇവിടെ ഏറ്റവും ടോപ്പിലാണ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. പൂൾസിൻ്റെ റൂൾസൊക്കെ കയറി ചെല്ലുന്നിടത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വിശദമായിട്ട്. രാത്രി 8 മണിക്ക് പൂള് ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പൂളൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി, എന്നിട്ട് പിന്നെ പൂളിൽ ഇറങ്ങാനായിട്ട് റെഡിയായാണ് പിന്നെ പോയത്. നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും വേറെ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അതും ഒരു സൗകര്യമായി. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. മഴയൊന്നും പിന്നെ നമുക്ക് പ്രശ്നമല്ലല്ലോ. ആദ്യം ഇപ്പം മോളെ കൊണ്ട് സൈഡ് പൂളിൽ ഇറക്കി. അത് കുട്ടികളുടെ പൂളാണ്, വലിയ ആഴമില്ല. മറ്റേ സൈഡിൽ കുറച്ചുകൂടി ആഴമുണ്ട്. പിന്നെ അവൾക്കൊരു കമ്പനിക്ക് വേണ്ടി കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നു. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. ഇവിടെ 9th ഫ്ലോറിലാണ് പൂള് വരുന്നത്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് പൂളിലേക്ക് പോയത്. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ ടൈമിൽ. പകൽ മഴ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് റൂമിലേക്ക് വന്നു. നല്ല മഴയായപ്പോഴത്തേക്കും പിന്നെ റൂമിലിരുന്ന് ഒന്ന് ഫ്രഷായി ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മുടെ ട്രിപ്പ് പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.